അൽഹംദ് പാടി ഞങ്ങൾ ശുക്റുകൾ പൊഴിക്കണേ. അൽ ആമീനായവരിൽ നല്ല സ്വലാത്തോദനെ. അൽഹംദ് പാടി ഞങ്ങൾ ശുക്റുകൾ പൊഴിക്കണേ. അൽ ആമീനായവരിൽ നല്ല സ്വലാത്തോദനെ. ഖുദ്സിന്റെ നാട്ടിൽ നിന്ന് കണ്ട കാഴ്ച ചൊല്ലണേ. ഖാലിദ് ജൗദയുടെ കഥനങ്ങൾ പറയണേ. ഇവിടെ മന്ദമാർദ്ദന പോലും ചുടുചോരയുടെ ഗന്ധം പുരണ്ടിരിക്കുന്നു. ഇവിടെ ആരും ഇപ്പോൾ കരയാറില്ല, കിളികൾ പാട്ടുപാടാറില്ല, ഒലിവ് മരച്ചില്ലകളിൽ വസന്തങ്ങൾ വിരുന്നെത്താറില്ല. ചിതയിലേക്ക് മക്കളെ പ്രസവിക്കുന്ന ഉമ്മമാർ നിങ്ങൾക്കിവിടെ കാണാം. ചിതറിത്തെറിച്ച പെഞ്ചുപാലകളുടെ ശരീരഭാഗങ്ങൾ കൈക്കൂമ്പിളിൽ വാരിപ്പിടിച്ച് അവക്കിടയിൽ സ്വർഗത്തിന്റെ ഗന്ധം തിരിയുന്ന ഉപ്പമാരെയും കാണാം. ഒരു വർഷമായി ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അതിനിടയിൽ അവിടെ ആ കെട്ടിടത്തടുത്തത് എന്തോ ഒരു നീലിനെ കാണുന്നുണ്ടല്ലോ. എന്താണത്? നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഉമ്മയെ കാണണം, അന്ത്യ ചുംബനമേകണം. ഖാലിദ് ജൗദക്കും ഉമ്മയെ കണ്ട് പിരിയണം. ഓരോ കഫൻ പൂടാനിക്ക് കൽഭാഗം വിങ്ങുന്നു. താലോലം പാടിയുറക്കിയ കൈകൾ തിരയുന്നു. സജലങ്ങളാമീരു കണ്ണും പൂട്ടി വിതുമ്പുന്നു. ഉള്ളിൽ ഇലാഹിനോ ആയിരക്കുന്നു. അതെ, ഖാലിദ് ജോദ എന്ന 9 വയസ്സുകാരനാണിത്. നൂറുകണക്കിന് മൃതദേഹങ്ങൾ വെള്ളപ്പൂജിച്ച് കിടക്കുന്ന മോർച്ചറി മുറിയിൽ അവനെന്തോ കാര്യമായി തിരികെയാണ്. നഗ്നപാതനായ ആ 9 വയസ്സുകാരന്റെ വിതുമ്പുന്ന കണ്ണുകൾ, കഫം പുടവകൾ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. എന്റെ ഉമ്മ ഇവിടെ, എനിക്ക് എന്റെ ഉമ്മയെ കാണണം. ന്യൂയോർക്ക് ടൈംസിന്റെ ഫോട്ടോഗ്രാഫർ അവൻ വിങ്ങി വിതുമ്പി പറയുന്നു. എന്റെ ഖലീൽ എവിടെ? എനിക്ക് അവനെയും കാണണം. തോരാത്ത കണ്ണീരുമായിക്കിടയിൽ അവന്റെ രോദനം വാക്കുമുറിയുന്ന ഏങ്ങലായി പരിണമിച്ചു. മോർച്ചറി ജീവനക്കാരിൽ ഒരാൾ ഒരു കൊച്ചു കഫം പുടവ മെല്ലെ ഉയർത്തി. അവിടെ വെളുവെളുത്ത കഫം പുടവക്ക് താഴെ ചോരയിൽ കുളിച്ച ചുവന്ന് കിടക്കുന്ന തന്റെ കൂടപ്പിറപ്പിനെ കണ്ടു. ഖാലിദിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ പൊട്ടിക്കരഞ്ഞു. ഒരു ഭ്രാന്തലപ്പായ നിലവിളിച്ചു. മോർച്ചറിയുടെ മരവിച്ച കൽപ്പത്തുകളിൽ അവന്റെ നിലവിളി പ്രതിധ്വനി തീർത്തു. ചേതനേറ്റ് കിടക്കുന്ന ആ 12കാരന്റെ നെറ്റിത്തരത്തിൽ അവന്റെ ഇളം ചുണ്ടുകൾ തുരുതുരാ പതിഞ്ഞു. കണ്ണുകൾ ആ കവിൾത്തരത്തിൽ അശ്രുഭ നടത്തി. അവൻ പിന്നെയും തിരച്ചിൽ തുടരുകയാണ്. വെള്ളയിൽ പൊതിഞ്ഞ സുബ